എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുവാഹത്തിയിലെ ബർസാപര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ന് IPL 2026ന്റെ ചരിത്രപരമായ ആ അത്ഭുതത്തിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. അവിടെ രാജസ്ഥാൻ റോയൽസിന്റെ വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള യുവതാരം വൈഭവ് സൂര്യവംശി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ലോകോത്തര ബോളർമാരെ അക്ഷരാർത്ഥത്തിൽ പിച്ചി ചീന്തുകയും വമ്പന്മാരായ ബോളർമാരെ പോലും വിയർപ്പിക്കുകയും ചെയ്തു. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സിന് നിശ്ചിത 20 ഓവറിൽ നേടാനായത് വെറും 127 റൺസ് എന്ന വളരെ ചെറിയ സ്കോർ മാത്രമായിരുന്നപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഒരു വിയർപ്പ് മുഴുക്കാതെ ലക്ഷ്യം മറികടക്കുമെന്ന് എല്ലാവരും കരുതിയെങ്കിലും 15 വയസ്സുള്ള ഒരു പയ്യൻ മൈതാനത്ത് റൺസിന്റെ ഇത്രയും ഭയാനകമായ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സ്ഫോടനാത്മക ബാറ്റർ യശസ്വി ജയ്സ്വാളിനൊപ്പം ഓപ്പണിംഗ് ഇറങ്ങിയ യുവ സെൻസേഷൻ വൈഭവ് നേരിട്ട ആദ്യ പന്തിൽ തന്നെ തകർപ്പൻ പ്രഹരം നൽകി ആധുനിക T20 ക്രിക്കറ്റിലെ സമവാക്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വെറും 16 പന്തുകളിൽ നിന്നും 52 റൺസ് എന്ന അവിശ്വസനീയമായ നേട്ടം കൈവരിച്ചു. 325 എന്ന അതിമാനുഷികമായ സ്ട്രൈക്ക് റേറ്റിൽ 4 തകർപ്പൻ ഫോറുകളും 5 പടുകൂറ്റൻ സിക്സറുകളുമായി ഗുവാഹത്തിയുടെ രാത്രിയെ അവൻ പ്രകാശമാനമാക്കിയപ്പോൾ CSK ഫീൽഡർമാർ വെറും കാഴ്ചക്കാരായി മാറി. പവർ പ്ലേയുടെ ആദ്യ 6 ഓവറുകളിൽ തന്നെ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ രാജസ്ഥാൻ 74 റൺസ് ബോർഡിൽ അടിച്ചുകൂട്ടിയപ്പോൾ മാറ്റ് ഹെൻറിയുടെ സ്വിംഗിനെയും ഖലീൽ അഹമ്മദിന്റെ കൃത്യതയാർന്ന പേസിനെയും യാതൊരു ഭയവുമില്ലാതെ സ്റ്റാൻസിലേക്ക് പരത്തിയ ആ 15കാരന്റെ പ്രകടനം കണ്ട് ചെന്നൈ ഡഗ്ഔട്ടിലിരുന്ന വഹാനായ MS ധോണിക്ക് പോലും തന്റെ അത്ഭുതം നിറഞ്ഞ പുഞ്ചിരി അടക്കാനായില്ല. മത്സരം രാജസ്ഥാന്റെ പോക്കറ്റിലാവുകയും പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ ചടങ്ങിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിക്കുകയും ചെയ്തയുടനെ മാധ്യമങ്ങളുടെ ക്യാമറ ഫ്ലാഷുകൾക്ക് കാത്തുനിൽക്കാതെ വൈഭവ് ഓടിയത് കാൽമുട്ടിലെ ഗുരുതരമായ പരിക്കു കാരണം കനത്ത നീ ക്യാപ്പ് ധരിച്ച് ശാന്തനായി ഇരിക്കുകയായിരുന്ന MS ധോണിയുടെ അടുത്തേക്കാണ്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകർക്ക് മുന്നിൽ വെച്ച് തികഞ്ഞ ലാളിത്യത്തോടെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഉത്തമ മാതൃകയെന്നോണം അവൻ ഭക്തിപൂർവ്വം ധോണിയുടെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങിയപ്പോൾ രാജസ്ഥാൻ നായകൻ റിയാൻ പരാഗ് മുതൽ CSK താരങ്ങളുടെയും സ്റ്റേഡിയത്തിലെ ആരാധകരുടെയും വരെ കണ്ണുകൾ ഈറനണിഞ്ഞു. രോമാഞ്ചജനകമായ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾ വളഞ്ഞപ്പോൾ തന്റെ ചരിത്രപരമായ ഇന്നിംഗ്സിനെയും ധോണിയോടുള്ള തന്റെ അടങ്ങാത്ത ബഹുമാനത്തെയും കുറിച്ച് ഹൃദയസ്പർശിയായ ഒരു വെളിപ്പെടുത്തൽ വൈഭവ് നടത്തി. സത്യം പറഞ്ഞാൽ ഇന്ന് ഈ വലിയ മൈതാനത്ത് എനിക്ക് ഇത്രയും ഭയരഹിതമായി ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞതിനു പിന്നിൽ മഹിഭായിയുടെ ആ മാന്ത്രിക വാക്കുകളും എന്നിലുള്ള വിശ്വാസവും മാത്രമാണ്. മത്സരം തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് ഞാൻ നെറ്റ്സിൽ വിയർപ്പൊഴുകുമ്പോൾ മഹിഭായ് എന്റെ അടുത്തേക്ക് വന്നു. ഒരു ജ്യേഷ്ഠനെ പോലെ എന്റെ തോളിൽ കൈവച്ച് അദ്ദേഹം ശാന്തമായ സ്വരത്തിൽ എന്നോടൊരു ചെറിയ എന്നാൽ ആഴമുള്ള കാര്യം പറഞ്ഞു. നോക്കൂ വൈഭവ്, മൈതാനത്ത് വലിയ പേരുകളെയോ അപകടകാലികളായ ബോളർമാരുടെ വലിപ്പത്തെയോ കണ്ട് നീ ഭയപ്പെടരുത്. പന്തിന്റെ മെറിട്ട് നോക്കി നീ നിന്റെ നാട്ടിലെ മൈതാനങ്ങളിലും ഗലികളിലും കളിക്കുന്നതുപോലെ നിന്റെ സ്വാഭാവിക ഷോട്ടുകൾ കളിക്കുക. ആ വാക്കുകൾ ഒരു വിജയമന്ത്രം പോലെ മത്സരത്തിലുടനീളം എന്റെ കാതുകളിൽ മുഴങ്ങിയായിരുന്നു. പരിക്കു കാരണം അദ്ദേഹം ഇന്ന് എതിരാളിയായി മൈതാനത്തിറങ്ങിയില്ലെങ്കിലും തന്റെ മനസ്സിൽ അദ്ദേഹം എന്നും പരമോന്നതനായ ഗുരുവായിരിക്കുമെന്നും വൈഭവ് കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ടു വന്ദിക്കുന്നത് ഏത് വലിയ പുരസ്കാരത്തെക്കാളും വലുതാണെന്ന് പറഞ്ഞ വൈഭവ് തന്റെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ധോണിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചു. മൈതാനത്തെ തന്റെ മനസ്ഥിതിയെക്കുറിച്ച് വിശദീകരിക്കവേ മറുഭാഗത്ത് നിന്ന് യശസ്വി ജയ്സ്വാൾ നൽകിയ പിന്തുണയെക്കുറിച്ചും പറഞ്ഞ വൈഭവ് തന്റെ പ്രിയപ്പെട്ട സീനിയർ താരം സഞ്ജു സാംസണെക്കുറിച്ച് വളരെ വാചാലനായി. ഈ അവസരത്തിൽ എന്നെ എന്നും ചേർത്തുപിടിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ ഭായിയെക്കുറിച്ചും എനിക്ക് പറയാതിരിക്കാനാവില്ല. ലോകോത്തര ബോളർമാരെ നേരിടാൻ പോകുന്നതിനു മുൻപ് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് സഞ്ജു ഭായ് എന്റെ തോളിൽ തട്ടി പറഞ്ഞത്, വൈഭവ്, നിന്റെ പ്രായമല്ല നിന്റെ പ്രതിഭയാണ് വലുത്. പോൽ യാതൊരു ഭയവുമില്ലാതെ നിന്റെ സ്വാഭാവിക കളി പുറത്തെടുക്കുക. എന്തും നേരിടാൻ നിന്റെ ഈ വലിയ ജ്യേഷ്ഠൻ പിന്നിലുണ്ട് എന്നാണ് സഞ്ജു ഭായ് പറഞ്ഞത്. സഞ്ജു ഭായിയെപ്പോലെ ഒരു ഇതിഹാസം എന്നിലർപ്പിച്ച ആ വലിയ വിശ്വാസവും നൽകിയ പൂർണ്ണ സ്വാതന്ത്ര്യവുമാണ് യാതൊരു സമ്മർദ്ദവുമില്ലാതെ എനിക്ക് ഷോട്ടുകൾ കളിക്കാൻ കരുത്തേകിയത്. അദ്ദേഹത്തിന്റെ ആ സ്നേഹത്തിനു മുന്നിൽ എന്റെ ശിരസ് നമിക്കുന്നു. മഹിഭായിയെപ്പോലെ ഒരു ഇതിഹാസം തൊട്ടു മുന്നിലിരുന്ന് തന്റെ പ്രകടനം കാണുമ്പോൾ കരുത്ത് ഇരട്ടിയാകുമെന്ന് വൈഭവ് പറഞ്ഞു. താൻ കാൽക്കൽ വീണയുടനെ ധോണി തന്നെ എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ച് ഒരുപാട് ദൂരം പോകുമെന്നും വലിയ പേരെടുക്കുമെന്നും എന്നാൽ ഈ കഠിനാധ്വാനവും ലാളിത്യവും കൈവിടരുതെന്നും ചെവിയിൽ മന്ത്രിച്ചത് തന്റെ ക്രിക്കറ്റ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണെന്നും കൂട്ടിച്ചേർത്തു.
യുവരാജ് സിംഗിന്റെ അതേ നിർഭയത്വവും ശൈലിയും കാണിച്ച് കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ വൈഭവ് സൂര്യവംശിയുടെ ഈ ചരിത്രപരമായ 16 പന്ത് ഇന്നിംഗ്സിനെക്കുറിച്ചും ധോണിയോടുള്ള അവന്റെ ആദരവിനെക്കുറിച്ചും നിങ്ങൾക്കെന്താണ് പറയാനുള്ളതെന്നും അവൻ ഇന്ത്യൻ ടീമിന്റെ അടുത്ത സൂപ്പർ സ്റ്റാർ ആകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഫ്യൂച്ചർ സ്റ്റാർ വൈഭവ് എന്ന് രേഖപ്പെടുത്തി പങ്കുവെക്കണമെന്നും IPL 2026ന്റെ ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത കിടിലൻ വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.